ഹലോ ഗൈസ്, മൈ ഡെയിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നൊരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കഴുകി വെച്ച ചിക്കനിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അതുപോലെ തന്നെ ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുരുമുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലോണം കുഴക്കുക കേട്ടോ. എല്ലായിടത്തും നമ്മൾ പിടിപ്പിച്ച് കൊടുക്കണം, എന്നാലേ നമുക്കൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. ദേ അമ്മ കുഴക്കുന്നത് പോലെ കുഴക്കണം. അപ്പോൾ നമ്മുടെ തേങ്ങ അരച്ച് വെച്ചതുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇഞ്ചിയുടെ പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും നമ്മൾ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അതിനുശേഷം ഒരു ചട്ടിയിൽ ഞങ്ങൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എണ്ണ പൊരിഞ്ഞ് വരുന്ന ടൈമിൽ ഞങ്ങൾ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഉള്ളിന് നമ്മൾ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ തേങ്ങയാണ്, അത് നമ്മുടെ ചിക്കനുമാണ്. അപ്പോൾ ഇതേപോലെ വരട്ടി കൊടുക്കുക. എന്നിട്ട് നല്ലോണം നല്ല ഒരു ബ്രൗണിഷ് കളർ ആകുന്ന ടൈമിൽ നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഞങ്ങളിത് വേഗം ബ്രൗണിഷ് കളർ ആയിട്ടില്ല, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞങ്ങൾ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതും നല്ലോണം നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാം. അതും നല്ലൊരു ബ്രൗണിഷ് കളർ ആവണം. നമ്മുടെ ആയിട്ടുണ്ടായിരുന്നു നല്ലൊരു ബ്രൗണിഷ് കളർ. കണ്ടില്ലേ, ഇതേപോലെ നല്ലോണം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ടിട്ട് ഒന്നും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നാലേ ആ ഒരു എരിവ് കിട്ടുകയുള്ളൂ. അങ്ങനെ കുറച്ച് നേരം നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം ഈസ്റ്റേൺ ചിക്കൻ മസാലയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. എന്നാലേ നമുക്ക് ആ ചിക്കൻ്റെ ആ ഒരു സ്മെല്ല് കിട്ടുകയുള്ളൂ, ചിക്കൻ കറിയുടെ ആ ഒരു സ്മെല്ല് കിട്ടുകയുള്ളൂ. അതും കുറച്ച് നല്ലോണം ഇട്ട് കൊടുത്തതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും വാട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ അമ്മ ഉണ്ടാക്കുന്ന റെസിപ്പിയാണ്. ഗൈസ്, എല്ലാവരും ട്രൈ ചെയ്യണേ കേട്ടോ. ഇങ്ങനെ ഒരു രീതിയിലായിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഇത് ഞങ്ങൾ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു മിക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതിന് മുന്നേ നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ തേങ്ങ ഒന്നുകൂടി ആ ഒരു മിക്സിയിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ പുളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഒരു പാത്രത്തിൽ എണ്ണ ഇട്ട് കൊടുക്കുക. പിന്നെ ഈ തക്കാളിയും ഉള്ളിയും നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നല്ലോണം വാട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മിക്സിനെ കാണണ്ടേ ഗൈസ്, ഇതാണ് മിക്സി ഇതേപോലെ കൃഗ്രാ ആകുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് ഉള്ളി ഇട്ട് കൊടുത്തു. പിന്നെ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഞങ്ങൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ ഒരു മിക്സിയിലേക്ക് നമ്മുടെ മീൻ താരത്തിന് ചിക്കനെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കൊടുത്താൽ മാത്രം മതി. അതായത് മിക്സ് ചെയ്യുക. എല്ലാത്തിനും നമ്മൾ ആ ഉള്ളിയിലും നമ്മുടെ തക്കാളിയിലും പിടിപ്പിച്ച് കൊടുക്കണം ഫുള്ളായിട്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ആ മിക്സ് ഉണ്ടല്ലോ, മിക്സിയിലാക്കിയത്, അതെടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നല്ല ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ടായിരുന്നു, നല്ല ഒരു സ്മെല്ല് വരുന്നുണ്ടായിരുന്നു. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇത് റെഡി ആയിട്ടുണ്ട്. പിന്നെ വേവാൻ വയ്ക്കണം കേട്ടോ. എന്നിട്ടാണ് ഞാനിത് എടുത്തത്. അപ്പോൾ ഇഷ്ടപ്പെട്ടു ഗൈസ്. പിന്നെ ഞങ്ങൾ പൊറോട്ടയും ചിക്കനും അച്ഛൻ പൊറോട്ട വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചിക്കനും കൂട്ടിയിട്ട് ഞാൻ കഴിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിന് മുന്നേ 4 എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ വെറുങ്ങനെ. ഇത് അമ്മയാണ്
അമ്മക്കും അമ്മേരെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് ഇഷ്ടപ്പെട്ടില്ലേ?